യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോ ദിവസവും കേൾക്കുകയാണ്. ഓരോ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും വിടുതലിനുമാണ് അത് കാരണമാകുന്നത് എന്ന് ഒത്തിരി പേരുടെ ജീവിതങ്ങളിൽ നിന്ന് അറിയാനും അനുഭവിക്കാനും കഴിയുന്നുണ്ട്. ഈ ആലയത്തിൽ ഇന്നുവരെ ലഭിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കാരണം ഈ ആലയത്തിൽ വന്ന് ഒരുപാട് പേർ ദൈവാനുഗ്രഹത്തെ സ്വീകരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയുള്ള ഒരു സ്ഥലമാണിത്. ദൈവത്തിൻ്റെ കൃപയുള്ള ഒരിടമാണ്. താഴത്തെ പള്ളിയിൽ വ്യാഴാഴ്ച ധ്യാനം നടക്കുന്ന സ്ഥലത്ത് മുട്ടിലിഴഞ്ഞ് ആളുകൾ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പേരും ഒരു നിയോഗവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിയോഗത്തോടെ 1-9 ആഴ്ചകളിൽ മുടങ്ങാതെ വന്ന് അവരുടെ ഒരു നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വരും നാളുകളിൽ പറയാൻ പാകത്തിനൊരു സാക്ഷ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം കേൾക്കാം. അപ്പസ്തോല പ്രവർത്തനം 14 അധ്യായം 8 മുതലുള്ള വാക്യമാണ്. 8 മുതലുള്ള വാക്യം, 8, 9, 10 വാക്യങ്ങളാണ്. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ഒരു കുറവുള്ള ഒരാൾ, ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങളുണ്ട്. പല പ്രയാസത്തിലും പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കുന്നവരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരും ഈ കൂട്ടത്തിലുമുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ വചനം കേൾക്കുന്ന ആരൊക്കെയോ വലിയ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ഇങ്ങനെ ഒരു പ്രയാസമുള്ള ഒരാൾ ലിസ്ത്രായിലുണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം ജന്മന ഈ പ്രശ്നമുണ്ട്, ഒരിക്കലും നടക്കാനും കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. ജന്മനാ മുടന്തനായ, ഇങ്ങനെ ഒരു പ്രയാസമുള്ള, പ്രതിസന്ധിയുള്ള, ഒരു വയ്യായ്മയുള്ള, കുറവുള്ള മനുഷ്യൻ പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. ആ കുറവുള്ള മനുഷ്യനെ പൗലോസ് സൂക്ഷിച്ചു നോക്കി. അടുത്ത വാക്യം ഭയങ്കര അനുഗ്രഹമുള്ളൊരു വാക്കാണ്. അത്ഭുതം തോന്നും വായിക്കുമ്പം. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ടുന്ന്. വിശ്വാസം അപ്പോൾ കാണാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, വിശ്വാസം കാണാൻ പറ്റും. ഞാൻ വചനം കേൾക്കുന്നത് വിശ്വാസത്തോടെയാണെങ്കിൽ അത് കാണാൻ പറ്റും. മറ്റൊരാൾക്കത് കാണാൻ പറ്റും. ഞാൻ കരം ഉയർത്തുന്നത്, കൈ അടിക്കുന്നത്, അല്ലെങ്കിൽ വചനം പറയുന്നത്, വചനം കേൾക്കുന്നത് വിശ്വാസത്തോടെയാണോ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ മനുഷ്യൻ ആ വചനത്തെ സ്വീകരിച്ചത് വിശ്വാസത്തോടെയാണ്, പ്രതീക്ഷയോടെയാ സ്വീകരിച്ചത്. എന്തു സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. 10-ാമത്തെ വാക്യം, ഉച്ചത്തിൽ പൗലോസ് പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു എന്നാണ്. ഇന്നെങ്ങനെയാകട്ടെ, ഇനി ഒരിക്കലും നടക്കുകയില്ലെന്നൊക്കെ ചിന്തിച്ചൊരു വിഷയമായത്. എങ്ങനെയാകട്ടെ നിങ്ങളുടെ സാഹചര്യവും, ഇങ്ങനെ ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയാം, നിങ്ങളും എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കും. നിങ്ങളും ദൈവനാമത്തിൽ എഴുന്നേറ്റ് നടക്കും. നിങ്ങളും ദൈവനാമത്തിൽ കാലുറപ്പിച്ച് നിൽക്കും. എവിടെയാ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റാത്ത വിധമുള്ളത്, സാഹചര്യമുള്ളത്? ചിലർ പറയും, എനിക്ക് ആൾക്കൂട്ടത്തെയൊക്കെ ഒരു ഭയമാണ്. അവർ ചോദിക്കും, കല്യാണമായില്ലേ, പിള്ളേരായില്ലേ, ജോലിയായില്ലേ? പല സ്ഥലത്തും എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. പലയിടത്തും പോകാൻ പറ്റുന്നില്ല. ചിലർ പള്ളിയിൽ പോലും പോകത്തില്ല. അവർ ചോദിക്കും, ഇവർ ചോദിക്കും,
എന്തായി ആയില്ലേ, ശരിയായില്ലേ? പല മാതാപിതാക്കളുടെയും പലരുടെയും ദുഃഖമാണ്. നീ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കും. എവിടെ ഇരുന്നാണോ ഇന്ന് ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുന്നത്, ആ വിശ്വാസം നിന്നെ കാലുറപ്പിച്ച് നിന്നെ നിർത്താൻ സഹായിക്കും. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ മനുഷ്യൻ കാലുറപ്പിച്ച് നിൽക്കുമെന്ന്, നിൻ്റെ കാര്യം ശരിയാകുമെന്ന്, നിനക്കൊരു നന്മ വരുമെന്ന്, നീ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുമെന്ന് ആ നാട്ടിലെ ആരും വിചാരിക്കുന്നില്ല. ആരും അങ്ങനെ അഭിപ്രായമേ പറയുന്നില്ല. പക്ഷെ നീ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കും. പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു. പതുക്കെ പറഞ്ഞാൽ പോരായിരുന്നോ? ചെവി പറഞ്ഞാൽ പോരായിരുന്നോ? ഇല്ല, വിശ്വാസത്തിൽ പറയേണ്ടത് ഉച്ചത്തിൽ തന്നെ പറയണം. ഉച്ചത്തിൽ പറഞ്ഞു. ഒരാളല്ലേ ഉള്ളൂ, ഉച്ചത്തിൽ എന്തിനാ പറയുന്നത്? ഒരാൾ കേൾക്കാൻ പാകത്തിന് പറഞ്ഞാൽ പോരെ? വിശ്വാസത്തിൻ്റെ ആ ഒരു അടിസ്ഥാനമാണ്. എൻ്റെ അകത്ത് വിശ്വാസമുള്ളപ്പോൾ ചിലപ്പോൾ ശബ്ദം കൂടിയെന്നൊക്കെ വരും, എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം അല്പം വർദ്ധിച്ചു എന്നൊക്കെ വരും. അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല, അത് അകത്തെ അതീക്ഷ്ണത കൊണ്ടാകാം, വിശ്വാസം കൊണ്ടാകാം. നീ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്ക്. എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റാത്ത എന്ത് വിഷയമാണ് നിനക്കുള്ളത്? ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല, ചിലർക്ക് സാമ്പത്തികമായ വിഷയത്തിൽ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. മക്കളുടെ വിഷയത്തിൽ വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ല എന്ന കാരണത്താൽ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ പിള്ളേർ അങ്ങനെ ആയല്ലോ, എൻ്റെ പിള്ളേരുടെ കാര്യം ശരിയായല്ലോ, എൻ്റെ സാമ്പത്തികം ഇങ്ങനെയാണല്ലോ, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണല്ലോ, ഞാൻ എങ്ങനെ ജോലിക്ക് പോവും, എൻ്റെ മാനസികമായ അവസ്ഥ ഇങ്ങനെയാണല്ലോ. വിശ്വാസത്തോടെ സ്വർഗത്തിലെ ദൈവം നിൻ്റെ കണ്ണിൽ നോക്കി പറയുന്ന പോലെ, നിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ദൈവം പറയുന്നത് പോലെ പറയട്ടെ. നീ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കും. ദിവസവും വചനം കേൾക്കുന്നത് നിന്നെ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കാൻ സഹായിക്കും. ഏത് വിഷയത്തിലാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കും. തീരുമാനിക്ക്, ഞാൻ ദൈവനാമത്തിൽ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കും. കുഞ്ഞുങ്ങളെ പോലെ കാലുറപ്പിച്ച് നിന്ന് പിച്ച നടന്നു എന്നല്ല എഴുതിയിരിക്കും. അവർ എഴുന്നേറ്റ് നടന്നു എന്നാണ്. ആദ്യമായിട്ട് നടക്കുന്നതാ, ജന്മനാ മുടന്തനാണ്. ആദ്യമായിട്ട് നടക്കുമ്പോൾ ശരിക്കും കുഞ്ഞു പിള്ളേർ നടക്കാൻ പഠിക്കുന്ന പോലെ പിച്ച വെച്ച് നടക്കേണ്ടതാ. പക്ഷേ ദൈവം അവനെ നടത്തിയപ്പോൾ പിച്ച നടന്നു എന്നല്ല, അവൻ എഴുന്നേറ്റ് നടന്നു. നീയും എഴുന്നേറ്റ് നടക്കും. നീയും കാലുറപ്പിച്ച് നിൽക്കുക മാത്രമല്ല, നടക്കും. ദൈവം അതിനെ സഹായിക്കും. ഈ കേൾക്കുന്ന വചനം, നിന്റെ അകത്തുള്ള വിശ്വാസം, അതൊക്കെ ചില അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങട്ടെ, ചില അടയാളങ്ങൾ നിന്നിൽ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം. ഈ വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥിക്കുവാണ്, കർത്താവ്, അങ്ങയുടെ വചനം കേൾക്കുന്ന എന്നിൽ അങ്ങയുടെ അത്ഭുതങ്ങളെ സംഭവിക്കണമേ, അടയാളങ്ങൾ സംഭവിക്കണമേ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കണമേ, അത്ഭുത വിടുതൽ സംഭവിക്കണമേ. പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയത്തിനകത്ത് മറുപടി ലഭിക്കണമേ. ഇന്ന് കേട്ട വചനം പൗലോസ് പറഞ്ഞു, നിന്റെ വിശ്വാസം കണ്ട്. വിശ്വാസം കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. നിങ്ങൾ കുടുംബമായിരുന്ന വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസമാണ് കാണുന്നത്. നിങ്ങൾ ആ വചനം അനേകർക്ക് അത് കൊടുക്കുമല്ലേ, അത് സാക്ഷ്യമായി പറയുമല്ലേ, നിങ്ങളുടെ വിശ്വാസമാണ് കാണുന്നത്. വിശ്വാസം കാണാൻ പറ്റും. വിശ്വസിക്കുന്ന ഒരാളെ കാണാൻ പറ്റും. അവരുടെ അകത്തുള്ള വിശ്വാസത്തെ കാണാൻ പറ്റും. അത് അത്ഭുതങ്ങളെ സൃഷ്ടിച്ചിരിക്കും. നീ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കും. നീ എഴുന്നേറ്റ് നടക്കും. ദൈവം സഹായിക്കട്ടെ. നാളെ ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. നല്ലൊരു അനുഗ്രഹമുള്ള ദിവസമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചും നാളത്തെ ദിവസം ഒത്തിരി അനുഗ്രഹമാകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നാളെ വെള്ളിയാഴ്ച കൂടിയാണ്. നാളെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഫാസ്റ്റിംഗ് എടുത്ത്, ഈ 15-ാം തീയതി ഫാസ്റ്റിംഗ് ഉപവാസം എടുത്ത് ഈ മാസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയാണല്ലോ. അപ്പം വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഫാസ്റ്റിംഗ് എടുത്ത് ഉപവാസം എടുത്ത് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നാളെയും 15-ാം തീയതി നിങ്ങൾ വചനം കേൾക്കാൻ മറക്കരുത്. ആ വചനത്തിലൂടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. കൃത്യം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കൃത്യമായും വ്യക്തമായും ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിലുള്ള നൊവേന നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അനുഗ്രഹ റിട്രീറ്റ് സെൻ്റർ എന്ന യൂട്യൂബ് ചാനൽ സാധ്യമായ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അത് കാണുക, പ്രാർത്ഥിക്കുക.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. നീ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കും. നിങ്ങളോട് തന്നെ പറ, ദൈവവചനം കേൾക്കുന്ന ഞാൻ ഇന്ന് സ്വാധീനമില്ലാത്ത ഒരാൾ ഇരിക്കുന്നത് പോലെയാണ് എൻ്റെ അവസ്ഥ. പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം ഈ വചനം കേൾക്കുന്ന ഞാൻ വരും നാളുകളിൽ കാലുറപ്പിച്ച് നിൽക്കുമെന്ന്. വെറുതെ കാലുറപ്പിച്ച് ഒരു സ്ഥലത്ത് കോൺക്രീറ്റ് തൂണ് പോലെ നിൽക്കുമെന്നല്ല, നീ എഴുന്നേറ്റ് നടക്കും. ഒരിക്കലും നടക്കുകയല്ലെന്ന് ചിന്തിക്കുന്ന കാര്യം നടക്കും. ദൈവം അത് അനുഗ്രഹമാക്കി തരും. വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാവും. മംഗളകരമായൊരു കാര്യം നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരും. സന്തോഷമുള്ളൊരു കാര്യം ദൈവം ഒരുക്കി തരും. നല്ല ബന്ധങ്ങൾ നിനക്കുണ്ടാവും, നല്ല ജീവിതം നിനക്കുണ്ടാവും, നല്ല ഭാഗ്യം നിനക്കുണ്ടാവും. വരുന്ന നാളുകളിൽ നീ ഒരു സാക്ഷ്യത്തെ പറയാൻ ഒരുങ്ങിക്കൊള്ളുക. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെ, ജീവിതത്തെ, ശുശ്രൂഷകളെ, ആരോഗ്യത്തെ എല്ലാം കാത്തുകൊള്ളണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഓർക്കുന്നു, ഈ വെള്ളിയാഴ്ചയാണ്, ഓഗസ്റ്റ് 15-ാം തീയതി, 3-ാം വെള്ളിയാഴ്ചയാണ്. 7 ആശീർവാദത്തോടുകൂടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം നടക്കുക. രാവിലെ 8:15 ദിവികാരുണ്യ പ്രദക്ഷിണം ആരംഭിക്കുക. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. അന്ന് പേരുകൾ പറഞ്ഞ്, നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന 1 മണിക്കൂർ സമയമാണ്. ദൈവം സഹായിക്കട്ടെ. ആമേൻ.